ഹലോ, എൻ്റെ പേര് വേണുഗോപാൽ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബീഹാർ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കാനാണ്. ബീഹാർ ഇലക്ഷനിൽ ബീഹാർ ഇലക്ഷന് ഇനി അധികം സമയമില്ല. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവനവന് പറ്റുന്ന രീതിയിലൊക്കെ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടെ കൂടി അവിടെ കുറേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുറേ നിയോജക മണ്ഡലങ്ങളിൽ കറങ്ങി അവിടെ അടുത്ത ഇലക്ഷനുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ആ പ്രചരണം മോദിയെ താഴെ ഇറക്കാനായിട്ടാണ് അവർ മെയിനായിട്ട് അതിനത് ഊന്നിയത്. അവരുടെ ഊന്നൽ മുഴുവൻ മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ മുദ്രാവാക്യം തന്നെ. എന്താണ് മുദ്രാവാക്യം? വോട്ട് ചോർ ഗദ്ദി ചോർ. എൻ്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ വോട്ട് ചോർ എന്ന് പറഞ്ഞാൽ വോട്ട് കട്ടെടുത്ത ആൾ, അതാണ് ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ, വോട്ട് കള്ളൻ. ഗദ്ദി ചോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാര സ്ഥാനം ഉപേക്ഷിക്കുക എന്നുള്ളത്. ഗദ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുട്ടിത്തലേണ ഉണ്ടല്ലോ, അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ചാരിയിരിക്കുന്ന കുട്ടിത്തലേണ, അതാണ് അവർ ഗദ്ദി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗദ്ദി ചോട്, ആ അധികാര സ്ഥാനം ഉപേക്ഷിക്കുക, വോട്ടുകളിലാണ് നിങ്ങൾ, അതുകൊണ്ട് അധികാര സ്ഥാനം ഉപയോഗിക്കുക. ഇതായിരുന്നു ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കാര്യമായിട്ട് ഏറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും മോഡി കള്ളനാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആരും വിശ്വസിച്ചു. വേറെ ആരും വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾ, പക്ഷേ മോഡി കള്ളനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്ന അബദ്ധം. അദ്ദേഹം വേറൊരു കാര്യം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ബീഹാറിലാണ് ഇലക്ഷനെങ്കിൽ ബീഹാറിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോകണ്ടേ, അത് പോയില്ല. അദ്ദേഹം പോയത് ഒൺലി ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അന്ന് സർക്കിട്ട് നടത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പ്രചരണം നടത്തിയത്. അതിൽ തന്നെ വളരെയധികം യൂട്യൂബേഴ്സിൻ്റെ അകമ്പടിയോടെ അല്ലെങ്കിൽ ക്യാമറകളുടെ അകമ്പടിയോടെ കൃത്യമായ ഡിസൈനിങ്ങോട് കൂടി ചെയ്ത ഒരു പ്രചരണമായിരുന്നു. നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത ഒരു പ്രചരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പ്ലാൻ ചെയ്തതല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ നിന്ന് വീഴുന്നത് അവിടെ രാഹുൽ ഗാന്ധി പോയി അവർ രക്ഷിക്കണ വീഡിയോ വന്നു. അത് കഴിഞ്ഞ് ഈ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുന്നു എന്ന രീതിക്കുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി പോകുന്ന ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു പോലീസുകാരൻ പെട്ടുപോയി. ഈ പോലീസുകാരൻ്റെ കാലിൽ കൂടെ ഈ ജീപ്പ് കയറാനിടയായി. അന്നേരം അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇത്രയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയക്കടെ വണ്ടി കയറി, അദ്ദേഹത്തിൻ്റെ വണ്ടി കയറി ആ പോലീസുകാരനെ സംരക്ഷിക്കാനൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. അതിറങ്ങിയില്ല, ആ ജീപ്പിൽ തന്നെ ഇരുന്നു. അപ്പോൾ പ്ലാൻഡ് അല്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് രാഹുൽ ഗാന്ധി അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പോട്ടെ. അപ്പോൾ ഇനിയിപ്പം ബീഹാർ ഇലക്ഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ്. അതിനകത്ത് ഏറ്റവും വലിയ അക്കടി പറ്റിയത് തേജസ്വി യാദവിനാണ്. കാരണം ഈ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുടെ കൂടി നടന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ആരുടെ വോട്ട് ബാങ്കാണ് എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആരുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചത്? അത് തേജസ്വി യാദവിൻ്റെ വോട്ട് ബാങ്കിനെ, അല്ലെങ്കിൽ RJDയുടെ വോട്ട് ബാങ്കിനെ. അതായത് മുസ്ലിം വിഭാഗങ്ങൾ നോർമലി ഇതിനു മുമ്പ് RJDയുടെ കൂടെയായിരുന്നു. RJD എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി. ആ പാർട്ടിയുടെ കൂടെയായിരുന്നു. ആ വോട്ട് ബാങ്കിനെയാണ് രാഹുൽ ഗാന്ധിയും ലക്ഷ്യം വെച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടി കിട്ടുന്ന ആർക്കാണ്? അടി കിട്ടാൻ പോണത് RJDക്കാണ്. ഇത് ആദ്യം തേജസ്വി യാദവിന് മനസ്സിലായില്ല. അതാണ് അദ്ദേഹം ഇവരുടെ കൂടിയത്. ഇപ്പം ലാലു പ്രസാദ് യാദവ് പറഞ്ഞു, വി ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് എനിബഡി, ഞങ്ങൾ ആരുടെ കൂടെയും ഇല്ല ഇത്തവണ, ഞങ്ങൾ 243 സീറ്റിലും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് പോലും ആ കൂട്ടായ്മയിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവരുടേതായ സ്വന്തമായ നിലയ്ക്ക് ഇവിടെ മത്സരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ വിജയസാധ്യത വളരെ കുറവാണ്. കാരണം കോൺഗ്രസിന് ബീഹാറിൽ കാര്യമായ അടിവേരുകളൊന്നും ഇപ്പം ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള സംവിധാനം ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പം നിശ്ചയമായിട്ടും കോൺഗ്രസിന് അവിടെ ഒരു പരാജയമായിട്ട് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഇപ്പോൾ RJDക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ലാലു പ്രസാദ് കുറച്ച് പിന്നോട്ടടിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 243 കോൺസ്റ്റിറ്റ്യൂൻസിയിൽ ഞങ്ങൾ മത്സരിക്കും.
കഴിഞ്ഞ തവണ ഈ ലാലു പ്രസാദിൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അവർ സെപ്പറേറ്റായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ തന്നെ ശരിക്കുള്ള എല്ലാവരുടെയും വോട്ട് വിധിച്ചു പോയി. പക്ഷേ ഇത്തവണ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി NDAയുടെ കൂടെയാണ്, അതായത് BJPയുടെ മുന്നണിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് ഭിന്നിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഒരു ധാരണ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാദവന്മാരെല്ലാവരും ലാലു പ്രസാദ് യാദവിന് വോട്ട് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ അത് നടക്കാൻ സാധ്യത 100% നടക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം യാദവന്മാരും BJPക്ക് ഇത്തവണ വോട്ട് ചെയ്യാനാണ് സാധ്യത. കാരണം ഈ നിതീഷ് കുമാർ, അത് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ ഒരു പേര് കൊണ്ടാണ്. നിതീഷ് കുമാർ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കി. അതായത് ലാലു പ്രസാദ് 2015 വരെ ലാലു പ്രസാദിൻ്റെ ഭരണകാലത്ത് ബീഹാർ ഒരു ഒരു ഗുണ്ടാ സ്റ്റേറ്റ് മാതിരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ വളരെ മോശമായ അവസ്ഥയുള്ളൊരു സ്റ്റേറ്റായിരുന്നു ബീഹാർ. അങ്ങനെയുള്ള ആ ബീഹാറിനെ ഇന്നത്തെ നിലയ്ക്ക് മാറ്റിയെടുത്തത് നിതീഷ് കുമാറാണ്. അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു, വികസനം വന്നു, റോഡുകളൊക്കെ നന്നായി. പാറ്റ്നയിൽ ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടാണ്. പാറ്റ്നയിൽ ഇപ്പോൾ ബോംബെയിലെ മാതിരി 12 മണിക്കൊക്കെ ആൾക്കാർ ഇറങ്ങി നടക്കാറുണ്ട്. പണ്ട് കാലത്ത് പാറ്റ്നയിൽ അതൊന്നും സാധ്യമായിരുന്നില്ല. ഞാൻ പണ്ട് UP-യിലായിരുന്ന കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയാണ് കേട്ടോ, ഇത് സത്യമാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഒരു പാറ്റ്നയിൽ ഒരു വളവുണ്ട്. ആ വളവിൽ മിക്കവാറും ദിവസവും കാലത്തെ ഒരു ശവം കാണും, 1-2 ശവങ്ങൾ കാണും. അപ്പോൾ അത് എങ്ങനെ വരണു എന്ന് പറഞ്ഞൊരു പുതിയ DSP, ഡെപ്യൂട്ടി സൂപ്രണ്ട് പോലീസ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ അന്വേഷിച്ച് എന്താ സംഭവം എന്ന്. അതിനു മുമ്പ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീഹാറിലുള്ള പണക്കാരുടെ മക്കൾ വെടിവെച്ച് പരിശീലിക്കുന്നതാണ്. അവരുടെ തോക്കുകൊണ്ട് വെടിവെച്ച് പരിശീലിക്കുന്നതാണ്. അപ്പോൾ ആ വളവിൽ നിന്ന് ആര് കടന്നു പറഞ്ഞാൽ ആദ്യം അവനെ വെടിവെക്കുക, അവനെ കൊള്ളിക്കുക. അങ്ങനെ ഒരു വിനോദ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അങ്ങനെ ശവങ്ങൾ കണ്ടുകൊണ്ടിരുന്നതെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഇത് കഥയാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പണ്ട് UP-യിലിരുന്ന കാലത്ത് കേട്ട കഥയാണ്, അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സത്യമായ കഥയാണെന്ന് ബീഹാറിലെ അന്നത്തെ അവസ്ഥ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കാം. അതുപോലത്തെ അവസ്ഥയായിരുന്നു ബീഹാറിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നം. പിന്നെ അത് മാറി ഇപ്പം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നത്. അവിടുത്തെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് അവിടെ നല്ലൊരു പേരുണ്ട്. അപ്പോൾ നിതീഷ് കുമാറിൻ്റെ കൂടെയാണ് BJP. അപ്പോൾ ഡെഫിനറ്റായിട്ടും അവരുടെ മുന്നണിക്കാണ് കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത. പിന്നെ ബീഹാറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ബീഹാറുകാരനായിരുന്നു. അവൻ എൻ്റെ സ്വന്തം കമ്പനിയിൽ അദ്ദേഹം കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പുള്ളി പറ്റ്നയിലേക്ക് പോയി. ഇവിടുന്ന് ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് വിട്ടിട്ട് പറ്റ്നയ്ക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പോകണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബീഹാറൊക്കെ വളരെ നന്നായി, അവിടെ ഇപ്പോൾ ഒരുപാട് വികസനം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ബീഹാറിൽ തന്നെ നിന്നിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അങ്ങനെ പറ്റ്നയിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് പുള്ളി ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. നൗ ഹീ ഈസ് ഡൂയിങ് വെരി വെൽ. അദ്ദേഹം അവിടെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, കളിക്കാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അറിയണം അവിടുത്തെ പുള്ളി ഈസ് വെരി ഹാപ്പി വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബീഹാറിൽ എന്ത് നടക്കുന്നത് അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ബീഹാറിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അവിടെയുള്ള വേറെ പല പാർട്ടികളും വേറെ പ്രശാന്ത് കിഷോറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ, തെരഞ്ഞെടുപ്പിൻ്റെ പോളിസികളും പുതിയ രീതികൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്നുള്ള തന്ത്രങ്ങൾ മെനയുന്നയാളാണ് പ്രശാന്ത് കിഷോർ. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഇപ്പം ബീഹാറിൽ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയും ഈ സെയിം അപകർഷണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കടിപിടി കൂടുന്നത്. അദ്ദേഹത്തിന് ചുരുങ്ങിയത് 5-10 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. കോൺഗ്രസിൻ്റെ ബഞ്ച് ഓഫ് വോട്ടിൽ നിന്നാണ് എല്ലാവരും വിരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ തവണ 70 സീറ്റ് കൊടുത്തിട്ട് 19 സീറ്റിലാണ് കോൺഗ്രസ് അവിടെ ജയിച്ചത്. ഇത്തവണ അവരെ 90 അല്ലെങ്കിൽ 100 സീറ്റൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അവിടെ മുന്നണി വരും എന്നുള്ള കാര്യത്തിന് പോലും ഇപ്പോൾ ഉറപ്പില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ലാലു പ്രസാദ് യാദവ് കുറച്ച് പിന്നോട്ടടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ലാലു പ്രസാദിന് മനസ്സിലായി കോൺഗ്രസിനെ ഒരുപാട് വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ നിന്നാണ് പോകണമെന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുലായം സിംഗിൻ്റെ പാർട്ടിക്ക് പറ്റിയ പോലെ കോൺഗ്രസ് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ സീറ്റുകൾ അവർ മറ്റേ മുലായം സിംഗിൻ്റെ സമാജ്വാദി പാർട്ടിയോട് ചേർത്ത് നിന്നുകൊണ്ടാണ് അന്ന് കിട്ടിയത്. അപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അവരുടെ സീറ്റാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഇലക്ഷനുകളിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കൂടാതെയാണ് രാഹുൽ ഗാന്ധി അവിടെ വരുത്തി വെച്ച രാഹുൽ ഗാന്ധി എന്ന് പറയാൻ പറ്റില്ല, ആ പാർട്ടിയിലുള്ള ഒരാൾ മോഡിയുടെ അമ്മയെ ചീത്ത പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അത് കൊണ്ട് തീരാതെ കോൺഗ്രസ്സുകാർ തന്നെ വേറൊരു വീഡിയോ ഇറക്കിയേക്കണം. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും പോസിറ്റീവായിട്ട് പോകാൻ പോകുന്നില്ല. ഇതൊക്കെ കോൺഗ്രസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മളെപ്പോഴും അമ്മയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരവിടെ ജീവിക്കുന്നത്. അവരുടെ രീതി കേരളത്തിലുള്ള പോലെ. കേരളത്തിൽ നമുക്ക് ബഹുമാനം എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അതേസമയം വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് മൂത്തവരോട് അല്ലെങ്കിൽ പ്രായം ചെയ്യുന്നവരോട് ബഹുമാനം കുറച്ച് കൂടുതലുണ്ട്. അത് അവിടെ ഒരു സിസ്റ്റമാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത് കേരളത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളൊരിക്കലും കേരളത്തിൽ തന്നെ ജീവിച്ചു വളർന്നവർക്ക് ഈ വടക്കേ ഇന്ത്യയിൽ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകത്തില്ല. അതിന് അവിടെ ഒന്ന് പോകണം. ഞാൻ ഈ എന്താ പറയുക യു പിയിൽ ഒരു 2-2.5 കൊല്ലം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അത് മനസ്സിലാവും. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പം എന്താ പറയണേ, നമ്മുടെ ട്രംപ് പറഞ്ഞു നീ ഈ ഉടനെ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു. നീ എന്നൊക്കെ അവിടെ കൊച്ചുകുട്ടികളെ പോലെ അവർ സംബോധനയില്ല. അത് നമ്മുടെ ബോംബെ ഹിന്ദിയാണ്. തൂ എന്ന് പറയുന്നത്, തൂ തേര, അത് ബോംബെ ഹിന്ദിയാണ്. അതേസമയം യു പി ബീഹാറിലൊക്കെ അവർ ആപ്പെന്ന് സംബോധന ചെയ്യുള്ളൂ. അതവരുടെ രീതിയാണ്. അവരങ്ങനെയാണ്, കൊച്ചുകുട്ടികളെ പോലും അവർ ആപ്പെന്നേ പറയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ചില ഭാഷയുടെ പ്രശ്നങ്ങളും കൂടി രാഹുൽ ഗാന്ധി മനസ്സിലാക്കണമായിരുന്നു സംസാരിക്കുന്നതിന് മുമ്പ്. അത് മനസ്സിലാക്കാതെ സംസാരിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരിക്കലും ആൾക്കാർ കൈയടിക്കുന്നു വിചാരിക്കണ്ടായിരുന്നു തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇളക്കി വിടാനും നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു അവിടെ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്ക് തോന്നണമാര് വെച്ചലക്കും. അപ്പോൾ അത് കേൾക്കണവൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണ പല രീതിക്കായിരിക്കും. എസ്പെഷ്യലി BJP അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണത് എപ്പോഴും എന്താ പറയണേ, അവർക്ക് അനുകൂലമായ രീതിയിൽ അവരതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർ വളരെ മിടുക്കന്മാരാണ്. അത് എസ്പെഷ്യലി നരേന്ദ്രമോദിയൊക്കെ പ്രസംഗം കേട്ടാൽ അറിയാം അദ്ദേഹം എങ്ങനെ ആൾക്കാരെ കയ്യിലെടുക്കുന്നത്, എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലൊക്കെ എപ്പോഴും ഒരു ആരഗൻസ് ഉണ്ട്, ഒരു അഹങ്കാരം നിറഞ്ഞ ശബ്ദമാണ് പുള്ളിയുടെ വായിന് പുറത്ത് വരാൻ മിക്കവാറും. അത് ആൾക്കാർക്ക് അത്ര രുചിക്കില്ല. പിന്നെ കട്ട ഫാൻസായ കോൺഗ്രസ്സുകാർക്ക് പിന്നെ കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും ഓക്കെ എന്ന് പറയും. അതായത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സിനും ഇപ്പോഴും എല്ലാ സ്റ്റേറ്റിലും ആളുള്ളതുകൊണ്ടാണ് കുറച്ച് കോൺഗ്രസ്സുകാരെ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ബീഹാറിലുണ്ട്. പക്ഷെ അവർക്കൊരു അധികാരത്തിലേക്ക് വരാനുള്ള സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണെങ്കിലും ഇത്തവണ ഈ ബീഹാർ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്ന്. അവർ വളരെ ദയനീയമായിട്ട് തോറ്റു. ഡൽഹി തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു. എന്തൊക്കെ അഭ്യാസം ഇറക്കിയിട്ടും വോട്ട് ചോരി പറഞ്ഞിട്ടും കള്ളവോട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടൊന്നും ഏൽക്കുന്നില്ല. കാരണം ഈ കള്ളവോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നവരോടൊക്കെ പിന്നെ ചോദിച്ചു അവരൊക്കെ വോട്ട് ചെയ്തു. അവരെങ്ങനെയാണ് വോട്ട് ചെയ്ത് അവരുടെ പേര് ചോടയില്ലെങ്കിൽ 1-2 വീഡിയോസ് അങ്ങനെ ഒരുത്തം പറയാം വോട്ട് ചോരി ഹോകയാണ്, വോട്ട് ചോരി ഉണ്ടായി, നീ വോട്ട് ചെയ്തോ? ഞാൻ വോട്ട് ചെയ്തു. ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്ത് ഞാൻ. അപ്പോൾ ഇങ്ങനെ വോട്ട് ചോരി ഉണ്ട്, അതിനവൻ ആൻസർ ഇല്ല. ഇങ്ങനെയുള്ള മണ്ടന്മാരെ കൊണ്ടാണ് ഇൻ്റർവ്യൂ നടത്തിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് അതിനൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ എനിവേ നമുക്ക് ബീഹാർ ഇലക്ഷൻ വളരെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകണമെന്ന്. എന്താണെങ്കിൽ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അതിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ പാർട്ടികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.